പലപ്പോഴായി പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഭർത്താവിൻ്റെ മനം കവരാൻ, ഭർത്താവ് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഭർത്താവിൻ്റെ മനം കവരാനുള്ള 7 ടിപ്സുകളാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. ഒരിക്കലും ഭർത്താവിൽ നിന്ന് സ്നേഹം പിടിച്ചു പറിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അതൊരു സ്നേഹമായി ലഭിക്കുകയുമില്ല. എന്നാൽ ഞാൻ പറയുന്ന ഈ 7 ടിപ്സുകൾ നിങ്ങളൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഭർത്താവിൽ നിന്ന് സ്നേഹം തീർച്ചയായും ലഭിക്കുന്നതായി കാണാം. അതിലാദ്യമായി നമ്മൾ ചെയ്യേണ്ടത് സംശയരോഗം ഒഴിവാക്കുക. നമുക്ക് ഭർത്താവിന് വല്ലാതെ സംശയം. ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ ഭാര്യയോട് പറയുകയാണ്, ഞാൻ പോയി വരാം എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾ എങ്ങോട്ടോ പോകുന്നത്, ആരാണ് നിങ്ങളെ കൂടെ ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് വളരെയധികം വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഭാര്യമാരിൽ നിന്നുണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ സംശയത്തിൻ്റെ ഒരു ഭാഗമാണ്. സംശയരോഗം ഉള്ള ഭാര്യമാർക്ക് ഒരിക്കലും ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കുകയില്ല. പരമാവധി അത്തരം പ്രവണതകളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഭർത്താവിൻ്റെ കഴിവിനെ അംഗീകരിക്കുക എന്നതാണ്. ഒരിക്കലും ഭർത്താവിൻ്റെ കഴിവിനെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളോ പ്രവൃത്തികളോ നിങ്ങളിൽ നിന്ന് ഉണ്ടാവാതിരിക്കലാണ്. ഭർത്താവിൻ്റെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് നല്ലൊരു പ്രചോദനം ഭാര്യമാരിൽ നിന്നുണ്ടായാൽ, നല്ലൊരു മോട്ടിവേഷൻ നിങ്ങളുടെ ഭാഗത്തിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ അത്തരം ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് നല്ല സ്നേഹമായിരിക്കും. മൂന്നാമതായി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരാതികൾ കുറക്കുക. ഭർത്താക്കന്മാർ ഒരുപാട് കാര്യങ്ങൾ ഭാര്യമാർക്ക് ചെയ്തു തന്നാലും അതിന് കുറ്റവും കുറവും കണ്ടെത്തുന്ന, അതിന് മാത്രം പറയുന്ന ഒരു സ്വഭാവം, ആ സ്വഭാവത്തെ ഭർത്താവ് ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, വെറുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പരാതികൾ പറയാനുണ്ടാകും. അത് പറയേണ്ട സമയവും എങ്ങനെ പറയണമൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്. അപ്പോൾ പരമാവധി പരാതികൾ കുറച്ചുകൊണ്ട് ഭർത്താവിനെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഭർത്താവിൽ നിന്ന് സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. എപ്പോഴും ഭർത്താക്കന്മാരോട് പരാതികൾ പറയുന്ന ഭാര്യയായി മാറിയാൽ ആ ഭാര്യയുമായി സംസാരിക്കാനോ യാത്രകൾ പോകാനോ ഫോൺ ചെയ്യാനോ ഭർത്താവിന് സാധിക്കില്ല. കാരണം മാനസികമായി വളരെയധികം വിഷമിക്കുന്ന ഒരു സന്ദർഭമാണ്. എത്ര വാങ്ങിക്കൊടുത്താലും, എന്ത് നന്മ ഭാര്യയ്ക്ക് ചെയ്തു കൊടുത്താലും നല്ലൊരു വാക്ക് തിരിച്ച് അവരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പല ഭർത്താക്കന്മാരുടെയും ഒരു പരാതിയായിട്ടാണ് കാണാറുള്ളത്. നാലാമത്തെ കാര്യമാണ് ഭർത്താവിൻ്റെ കുടുംബത്തെ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക. നിങ്ങൾ ആ വീട്ടിലൊരു മരുമകളാണ് എന്ന ബോധത്തോടെ ജീവിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അടിമയായി ജീവിക്കണം എന്നല്ല. എപ്പോഴും ഭർത്താവിൻ്റെ കുടുംബത്തെ സ്നേഹിക്കാനും അവരോട് സഹകരിക്കാനും ഭർത്താവിൻ്റെ പെങ്ങന്മാരുമായി സഹകരിച്ചു ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അവരെ കുറ്റപ്പെടുത്തുന്ന വാക്കുകളും പ്രവൃത്തികളും നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവുന്നത് സൂക്ഷിക്കലാണ്. അപ്പോൾ ഭർത്താവിൻ്റെ കുടുംബത്തെ നല്ല സ്നേഹിക്കുന്ന, പരിഗണിക്കുന്ന ഭാര്യയായി മാറിയാൽ നിങ്ങൾക്ക് ഭർത്താവിൽ നിന്ന് നല്ല സ്നേഹം ലഭിക്കും. നല്ല വൃത്തിയുള്ളവളാവണം. ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നല്ല വൃത്തിയുള്ളവളായി, നല്ല സൗന്ദര്യത്തിൽ, നല്ല അഴകിൽ നിങ്ങൾ ഭർത്താവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഭർത്താവിന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. എപ്പോഴും മുഷിഞ്ഞ ഒരു വസ്ത്രമിട്ട്, അല്ലെങ്കിൽ എപ്പോഴും ഒരേ വസ്ത്രമിട്ട് ഭർത്താവിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഭർത്താവിന് മാനസികമായിട്ട് ഒരു സന്തോഷം ഉണ്ടാവില്ല. ഒരു പ്രയാസമായിരിക്കും. ഇതെന്താണ്, എന്നും ഇങ്ങനെയാണല്ലോ ജീവിതം. ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണ് ഭർത്താക്കന്മാർ. നിങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ വ്യത്യസ്തമായി നിങ്ങൾ ധരിക്കാൻ ശ്രമിക്കണം. എന്നും ഒരുപോലെയുള്ള വസ്ത്രം നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല വൃത്തിയാണ് ഭാര്യമാർക്ക് ഉണ്ടാവേണ്ടത്. ആറാമത്തെ കാര്യമാണ് നന്ദിയുള്ളവളാവുക. ഭർത്താവ് നിങ്ങൾക്ക് ചെയ്തു തന്ന ഒരുപാട് നന്മകൾ, അതിനൊക്കെ നന്ദി പറയുന്ന ഒരു ശീലം, ഒരു പോസിറ്റീവ് വാക്കുകൾ നിങ്ങളുടെ ഭാഗത്തിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ അത്തരം ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് നല്ല സ്നേഹമായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഭർത്താവ് നിങ്ങൾക്ക് ചെയ്തു തരും. ഇവിടൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യുന്നത് നന്ദികേടാണ്. നന്ദി ചെയ്യുന്ന ഭാര്യയോട് ഭർത്താവ് എന്തു ചെയ്യുന്നു? വീണ്ടും അതിനേക്കാൾ നല്ല രീതിയിൽ
പോസിറ്റീവ് വാക്കുകൾ ലഭിക്കാൻ വേണ്ടി നല്ല കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തു തരാനാണ് ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്നത്. 7ാമത്തെ കാര്യമാണ് ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിയുക. പലപ്പോഴും ഭാര്യമാർ ചോദിക്കുന്ന ചോദ്യം വെള്ളം വേണോ, ചോറ് വേണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കി ഭർത്താവിന് ആ സമയത്ത് എന്താണോ ആവശ്യം അത് കണ്ടറിയണം. ആദ്യമേ ഭാര്യ കണ്ടറിയണം, ഇന്ന സമയത്ത് വെള്ളം ആവശ്യമാണ്, അത് നമ്മളവിടെ റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഭാര്യ, അവളോടും ഭർത്താവിന് വല്ലാത്ത ഇഷ്ടമായിരിക്കും. ഇത്തരം ടിപ്സുകളൊക്കെ നിങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഭർത്താവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുമെന്നതാണ്. ഇതുപോലുള്ള എപ്പിസോഡുകൾ ലഭിക്കാൻ എൻ്റെ ചാനൽ സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.